അടുത്തൊരു ടോപ്പിക്കാണ് ഒരു ആർക്കിടെക്റ്റ് ആണോ ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. ആർക്കിടെക്റ്റിന്റെ ചെയ്യുന്ന പല സർവീസുകളിൽ ഒന്നാണ് ഇന്റീരിയർ ഡിസൈൻ. ഓൾറെഡി ആർക്കിടെക്റ്റ് ട്രെയിൻഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി, ടോട്ടലി സ്കിൽഡ് ആണ് ഈ കാര്യത്തിന്. ഇതിന് ഏത് രീതിയിലും ഏത് പോയിന്റിലും ഡീൽ ചെയ്യാനുള്ള സ്കില്ല് ആർക്കിടെക്റ്റിനുണ്ട്. പക്ഷെ ആൻസിലറി ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ ബിൽഡിങ്ങിൽ വരികയാണ്, വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനെ കൂടി ആ പോയിന്റിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നാൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്റ്റേ ചിലപ്പോൾ ആർക്കിടെക്റ്റിനായിരിക്കാം. നീ വിചാരിച്ച് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർ ചെയ്യത്തില്ല എന്നല്ല. അപ്പം ആ സമയത്ത് നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ കൂടെ ചിലപ്പോൾ ഹയർ ചെയ്യേണ്ടി വരും ആ പർട്ടിക്കുലർ ഇഷ്യൂവിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ വരുന്നൊരു സൈഡിൽ ക്ലയൻറ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ എക്സ്പെൻസ് ആണ്. അപ്പം ആർക്കിടെക്റ്റ് തന്നെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് കാര്യങ്ങളും സോർട്ട് ചെയ്ത് പോകും. പിന്നെ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേയധികം കാര്യം, ചിലപ്പോൾ ലിഫ്റ്റ് വരും, അപ്പോൾ ലിഫ്റ്റിൻ്റെ പിറ്റ്, ഇലക്ട്രിക്കൽ, ഇതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ കുറേ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് വരും. ചിലപ്പോൾ അതിന് സ്ട്രക്ചറൽ ഡ്രോയിങ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്ലയൻറ്റ് രണ്ടായിട്ട് പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചെയ്യുന്നത് ആർക്കിടെക്റ്റ് ആണെങ്കിൽ ക്ലയൻറ്റിന് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്ലയൻറ്റ് ചോയ്സ് ആണ് പോകാന്നുള്ളത്. ഒരിക്കലും ഞാനൊരു നിർബന്ധം പറയില്ല ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം എന്നുള്ളത്. അല്ല, ക്ലയൻറ്റ് ചിലപ്പോൾ രണ്ടുപേരെ ഹയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡിപ്പെൻസ്. ഒരു ക്ലയൻറ്റ് ഒരു പർട്ടിക്കുലർ ഇന്റീരിയർ ഡിസൈൻ, ഇന്റീരിയർ വളരെയധികം ഇഷ്ടപ്പെട്ടു, അയാളുടെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോവാം, ഒരു കുഴപ്പമില്ല. അപ്പം ചിലപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആർക്കിടെക്റ്റിനെ ഒരു ഹയറും കൂടെ ചെയ്താൽ മതി, ബാക്കിയുള്ള ബേസിക് കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കും, ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ആർക്കിടെക്റ്റ് മേക്ക് ഷുവർ ചെയ്യും. അപ്പം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സേഫ് ആക്കി വെക്കാം, പ്രൊജക്റ്റ് സേഫ് ആയിരിക്കും.